എന്തിനാണ് കവിതകൾ വായിക്കുന്നത് എന്ന ചോദ്യത്തിന് ലോകപ്രശസ്ത എഴുത്തുകാരനായ പാബ്ലോ നെരൂദ നൽകിയ ഉത്തരം കവിതകൾ നമ്മുടെ മനസ്സിൽ വിപ്ലവോർജ്ജം നിറയ്ക്കുന്നു എന്നതാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നാം ആവർത്തിച്ച് കടന്നു ചെല്ലുന്ന കവിതകൾ നിശ്ചയമായും നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പ്രതീക്ഷകളെ എല്ലാം കുറച്ചുകൂടി ഉത്തേജിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി ആനന്ദകരമാക്കുകയും നമ്മുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ടതും അർത്ഥപൂർണവുമാക്കുകയും ചെയ്യുന്നു. നാം പിന്നെയും പിന്നെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന മലയാളത്തിൻ്റെ സുവർണ കവിതകളിലൂടെയുള്ള ഉല്ലേഖത്തിൻ്റെ പുതിയ സഞ്ചാരത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ചൂതുകളിയിലൂടെ സർവ്വതും നഷ്ടപ്പെട്ട് രാജ്യവും രാജ്യഭാരങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് വനവാസികളായി കഴിയേണ്ടി വരുന്ന വേളയിൽ ലോകത്തിലെ ഏറ്റവും ഹതാശനായ മനുഷ്യൻ താനാണെന്നും ലോകത്തിലേറ്റവും പാപിയായ മനുഷ്യൻ താനാണെന്നും ലോകത്തിലേറ്റവും നിരാശ ബാധിച്ച മനുഷ്യൻ താനാണെന്നും എന്നുമെല്ലാമുള്ള യുധിഷ്ഠിരൻ്റെ തോന്നലുകളെ മാറ്റിയെടുക്കുവാനും അദ്ദേഹത്തെ കർമ്മനിരതനാക്കി മാറ്റുവാനും വേണ്ടി പറയുന്ന അനേകം ഉപകഥകളിൽ ഒരു കഥയായിട്ടാണ് മഹാഭാരതം വനപർവ്വത്തിലെ നളോപാഖ്യാന കഥ കടന്നു വരുന്നത്. എല്ലാവിധ സുഖ സൗകര്യങ്ങളിൽ നിന്നും എല്ലാ തരത്തിലുമുള്ള ആരാധനാ പുരുഷനിൽ നിന്നും ഒറ്റയടിക്ക് ജീവിതം മുഴുവൻ കൈവിട്ടുപോയി തൻ്റെ ഭാര്യയെ ഒരു കാട്ടിലുപേക്ഷിച്ച് കടന്നു പോകേണ്ടി വരുന്ന ഹതാശനായ ഏറ്റവും നിർഭാഗ്യവാനായ ഒരു മനുഷ്യൻ്റെ നളൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ജീവിതത്തെ തിരിച്ചു പിടിക്കുവാനും അദ്ദേഹത്തിൻ്റെ പാതയിലേക്ക് വീണ്ടും ശക്തിയോടെ പ്രതീക്ഷയോടെ ഇറങ്ങുവാനും യുധിഷ്ഠിരന് സാധിക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ പറയുന്നത് യുധിഷ്ഠിരൻ്റെയോ മഹാഭാരതത്തിൻ്റെയോ ഇനി നളൻ്റെയോ കഥയൊന്നുമല്ല, മറിച്ച് നളകഥയിലെ നമ്മുടെ ഏറ്റവും മനസ്സ് കവരുന്ന ദമയന്തിയെ പറ്റിയാണ്. ദമയന്തിയെപ്പറ്റി തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒളപ്പമണ്ണ എഴുതിയ മനോഹരമായ ദമയന്തി എന്ന കവിതയെപ്പറ്റിയാണ്. വിഭ്രാത്മകമായ ബാഹുകൻ്റെ ആ ഒരു അവസ്ഥയെ അതിമനോഹരമായി വർണ്ണിച്ചിരിക്കുന്ന ഒരു കവിതയാണ് ദമയന്തി എന്ന കവിത. പ്രത്യക്ഷത്തിൽ ഈ കവിതയിൽ ദമയന്തി കടന്നു വരുന്നില്ല. ബാഹുകൻ്റെ മനസ്സിലുണ്ടാകുന്ന വളരെ വേദനാജനകമായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഓരോരോ തിരമാലകളിലൂടെ ഓരോ തവണയും നമ്മുടെ കൺമുന്നിലൂടെ ദമയന്തി കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് ആസ്വദിക്കാം മനോഹരമായ ആ കവിത. കാന്തന്റെ ചാരത്തെന്നുള്ള ആശ്വാസാൽ ഏകാന്തത ചിന്തിക്കാതാഘോരമാം കാന്താരത്തിൽ കണ്ണടച്ചൊതുങ്ങിയ തക്കത്തിൽ ഒളിച്ചോടി വന്ന മൽക്കാഠിന്യം പോലങ്ങൊരു ശൈലം നിൽപ്പൂ. അല്ലെങ്കില പർവ്വതം മാമകാഭാവത്താലൻ വല്ലഭാഹൃദയം പോൽ നിൽക്കുകയാവാം സ്തബ്ധം. അതിൽ നിന്നൊലിക്കുന്ന കാട്ടാറിലെല്ലാം കാൺമൂ പതിയെ തേടിപ്പിടഞ്ഞുണർന്ന കണ്ണിൻ കണ്ണീർ. അതിൽ നിന്നൊലിക്കുന്ന കാട്ടാറിലെല്ലാം കാൺമൂ പതിയെ തേടിപ്പിടഞ്ഞുണർന്ന കണ്ണിൻ കണ്ണീർ. നരിയും ചെന്നായയുമാനയുമങ്ങുണ്ടെൻ്റെ കരളിൻ മഹാദുഷ്ട നീചഭാവങ്ങൾ പോലെ ആ വനമൃഗങ്ങളെ പേടിച്ചു മണ്ടിയിടുകയാവണം അതിലൂടെ പായുന്ന മാൻപേടകൾ. അവയെപ്പോലോടുന്നതുണ്ടാവാം ഭീവിഹ്വലം അവളുമെങ്ങോ രക്ഷാസങ്കേതം തേടി. മാനിന്റെ കണ്ണും നിരാലംബയായുഴലുമാ മാനിനിയുടെ കണ്ണും സൃഷ്ടിച്ച വിധാതാവേ, അവിടുന്നെന്തിനാണാ നരിക്കും ചെന്നായയ്ക്കും അടിയനുമേ തന്നു നിർദ്ദയ നയനങ്ങൾ. അവിടുന്നെന്തിനാണ് ആ നരിക്കും ചെന്നായയ്ക്കും അടിയനുമേ തന്നു നിർദ്ദയ നയനങ്ങൾ. അങ്ങതാ കാട്ടാളന്മാർ കത്തുന്ന തീയിൻ ചുറ്റുമങ്ങനെ വട്ടം കൂടി നൃത്തം ചവിട്ടിയിടുന്നു. ആടുമ്പോൾ അവരുടെ തോളത്തേക്കഴഞ്ഞൊപ്പം ചാടുന്ന ജടകളിൽ കാളസർപ്പങ്ങൾ കാണാം. വളഞ്ഞ പല്ലും വെള്ളമൊലിക്കും നാവും കാണാം. ഉലഞ്ഞു ചിരിക്കുമാ കാടരിലെല്ലാരിലും
മറ്റൊരഗ്നികുണ്ഡത്തിൻ ചുറ്റിലും തീകായുന്നുണ്ടൊട്ടേറെ കാടത്തികൾ തുറന്ന മാറും കാട്ടി. മാറിടങ്ങളമ്മിക്കൊഴകൾ കരിമഴക്കാറിനെ പോലെ ദേഹം അവർ തൻ നടുക്കെങ്ങാൻ വന്നുപെട്ടാലോ മാമകാത്മവല്ലഭ വേൾക്കാൻ വിണ്ണുമാഗ്രഹിച്ചിടും സ്വാദുവാമ സൗന്ദര്യം. വണ്ടുകൾ ദൂദൂരവം മുതിർത്തുകൊണ്ടേ മധുവുണ്ടു പാറുകയാണപ്പൂമരത്തിനു ചുറ്റും. താമരയെന്നോർത്തവരാരാനും അവളുടെ താരൊളി മുഖത്തിലെത്തേനുണ്ണാനണഞ്ഞാലോ മഞ്ഞുതുള്ളികൾ ഉറഞ്ഞിടുന്ന മലരിൻ്റെ മഞ്ജുളാനനം പോലാണവൾ തൻ കപോലങ്ങൾ. അഴകിലണയുമ്പോൾ പുൽക്കാന്തിമത്താം സന്ധ്യ മഴവില്ലിനാൽ തീർത്ത മലർമാലയുമായി അന്നെന്നെ വരിക്കുവാൻ വേളിമാലയുമായി വന്നൊരൻ മനോജ്ഞമാം സ്വർഗത്തെ സ്മരിക്കുന്നു. വാനിന്റെ വിരിമാറിലലസം കിടക്കുന്ന വാരൊളി താവും തങ്കത്താരകഹാരം കാൺകേ ഉറങ്ങിക്കിടക്കുമെൻ പ്രേയസിയുടെ മാറിൽ ഉലഞ്ഞുമിന്നും ചെറുതാലികളോർക്കുന്നു ഞാൻ. ഉറങ്ങിക്കിടക്കും എൻ പ്രേയസിയുടെ മാറിൽ ഉലഞ്ഞുമിന്നും ചെറുതാലികളോർക്കുന്നു ഞാൻ. വിധുവെ കാൺകേ വിരഹാർത്തയാം അവളുടെ വദനം വിളർത്തൊരാവതനം ഞാനോർക്കുന്നു. ആലോലം കുഴഞ്ഞുകൊണ്ടൊക്കത്തു കുടവുമായി ആലോലാംഗികൾ ആറ്റുവക്കത്തു തണ്ണീർ മുക്കാൻ വന്നെത്തും നേരത്തെൻ്റെ കണ്ണുകൾ തേടി ദമയന്തിയാ വരുന്നോരിലുണ്ടാവാൻ വയ്യെന്നുണ്ടോ. ദമയന്തി ആ വരുന്നോരിലുണ്ടാവാൻ വയ്യെന്നുണ്ടോ. ചാരത്തു ചാരത്തവരെത്തവേ ദമയന്തിമാരാണാ കാണുന്നവരെല്ലാം തന്നെ. ചാരത്തു ചാരത്തവരെത്തവേ ദമയന്തിമാരാണാ കാണുന്നവരെല്ലാം തന്നെ. അന്നത്തിനടിവെപ്പിൽ മയിലിൻ നടത്തത്തിൽ എന്നോമലാൾ തൻ മന്ദഗമനം ദർശിക്കുന്നു. പൂവുകൾ പലതരം പൂവുകൾ വിരിഞ്ഞാൽ എൻ പൂവലങ്കിയെ തേടിച്ചെന്നു ഞാൻ അന്താളിപ്പൂ പൂനിലാവിനെ കെട്ടിപ്പുണർന്നു ഞാൻ. എൻ പ്രേമഭാജനം ചിരിതൂകി വന്നെന്ന വ്യാമോഹത്താൽ കാണുന്നതെന്തായാലുമൊക്കെയും ദമയന്തിയാണെന്നു തോന്നി. മാമകാത്മവല്ലഭാരൂപം കാണുന്നതെന്തായാലും അവയൊക്കെയും ദമയന്തിയാണെന്നു തോന്നി. മാമകാത്മവല്ലഭാരൂപം കിനിയും കണ്ണീരിനാലളിഞ്ഞ കണ്ണേ നിനക്കിനിയും മട്ടെന്നുമേ കിനാവേ കാണാൻ പറ്റൂ. കിനിയും കണ്ണീരിനാലളിഞ്ഞ കണ്ണേ നിനക്കിനിയും മട്ടെന്നുമേ കിനാവേ കാണാൻ പറ്റൂ. നമ്മുടെ എഴുത്തുകാരുടെ പ്രത്യേകിച്ചും കവികളുടെയൊക്കെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് എപ്പോഴും പറയാറുള്ളത് വളരെ നൈമിഷികമായ സന്ദർഭങ്ങളിൽ നിന്നും കവിത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ഇല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ഒരു പുസ്തകം, അല്ലെങ്കിൽ പണ്ടെന്നോ നാം കേട്ട ഒരു കഥ, ഇതിൽ നിന്നൊക്കെ വളരെ രസകരമായ എന്നാൽ പുറമേക്ക് വലിയ ആഡംബരങ്ങളോ വലിയ സന്ദർഭങ്ങളോ ഒന്നുമല്ലാത്ത ചെറിയ നൈമിഷികമായ ചില മുഹൂർത്തങ്ങൾ എടുത്തുകൊണ്ട് മനോഹരങ്ങളായ കവിത, പ്രത്യേകിച്ചും വാഗ്മയ ചിത്രങ്ങളൊക്കെ നിർമ്മിച്ചെടുക്കാനുള്ള ശേഷി നമ്മുടെ കവികൾക്കുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളൊക്കെ നമ്മുടെ കവികളെ സംബന്ധിച്ച് കഥകളും ഉപകഥകളും ഒക്കെ നിറഞ്ഞ ഒരു വലിയ അക്ഷയഖനിയാണ്. അതിൽ പോലും വളരെ നിസ്സാരമായി നാം അവഗണിച്ചു വിടുന്ന ചില മുഹൂർത്തങ്ങളെ എടുത്തുകൊണ്ട് മനോഹരങ്ങളായ വാഗ്മയ ചിത്രങ്ങൾ നിർമ്മിച്ചെടുക്കാനുള്ള ശേഷി നമ്മുടെ കവികൾ പലപ്പോഴും പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
അത്തരത്തിലുള്ള ഒരു കവിതയെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. ഉജ്ജ്വല മുഹൂർത്തം എന്ന വൈലോപ്പിള്ളി കവിത. ഈ കവിത വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എത്ര മനോഹരമായാണ് ആ സന്ദർഭത്തെ നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒരു കാഴ്ചയെന്നോണം ആ കവി എല്ലാവിധ ഡീറ്റെയിലിങ്ങും ഓടുകൂടി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുതരുന്നത് എന്നതാണ്. വാസ്തവത്തിലൊരു കവിത നിർമ്മിച്ചെടുക്കുന്ന ഒരു നിർമ്മാണ പ്രക്രിയ എങ്ങനെയാണ് എന്നതുകൂടി നമുക്കൊരു പക്ഷേ പഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പാഠപുസ്തകം ആയി നിലനിൽക്കുന്ന ഒരു കവിത കൂടിയാണ് വൈലോപ്പിള്ളിയുടെ ഈ കവിത എന്ന് പറയാം. ഏതായാലും നമുക്ക് ആ കവിത ആസ്വദിക്കാം. അശ്രുവാൽ കടൽ തീർത്തോരാദിമ കവി പാടി അത്രിയാം മഹർഷിതൻ ആശ്രമവാടം പൂകി രാമലക്ഷ്മണന്മാരും സീതയും തപോധന പ്രേമ സൗരഭം ചോരും സത്കാരം ഭുജിക്കവേ 10,000 ആണ്ടുവൻ തപമനുഷ്ഠിച്ച സതിയാമനസൂയ വൃദ്ധയാം ഋഷിഭാര്യ ജാനകിയാളെ ചാരേ വിളിച്ചു സമാരബ്ധ കാനനവാസക്ലാന്തി വാട്ടിയ തളിർമേനി കാറ്റിലെ വാഴയ്ക്കൊപ്പം വിറയ്ക്കും തന്മയോടു ചേർത്തു മൺപൊടി താവും മൂർധനി ചുംബിച്ചോതി. മകളെ പതിധർമ്മചാരിണി നീയേ ഭാഗ്യത്തികവോലുവോൾ നിന്നാൽ പ്രീത ഞാൻ പ്രഹൃഷ്ട ഞാൻ നീജനാകിലും നാഥൻ ദൈവതം കുലസ്ത്രീക്കു നീ സുഹൃദിനി രാമൻ നിൻ പ്രിയൻ ലോകപ്രിയൻ ദീർഘമാം തപസ്സിനാൽ നേടിയ കരുത്തുണ്ടെൻ വാക്കിന്നു നിനക്കു ഞാനെന്തു ചെയ്യേണ്ടു ഭദ്രേ. ആരുടെ മഹാസിദ്ധി മഴ പെയ്യയ്ക്കെ 10 ആണ്ടാതപം വരട്ടിയ പാരിതിൽ പൂക്കായി തിങ്ങി ഗംഗയുമൊഴുകി പോൽ ആരുടെ ചാരിത്രത്തിൻ തുംഗവൈഭവാൽ കാമപ്രാർത്ഥികൾ ത്രിമൂർത്തികൾ നന്മുലക്കുഞ്ഞുങ്ങളാൽ മാറിപ്പോൽ അമ്മാതാവിൻ മുമ്പിലഞ്ജലി പൂണ്ടു പോരുമെന്നാൾ മൈഥിലി. ആ മൊഴി കേൾക്കെ പ്രീത്യാ തഴുകിച്ചൊന്നാൾ ദാന്ത മാമകഹർഷം നിങ്ങളേതാനും ഫലിക്കട്ടെ മംഗളം വളർത്തട്ടെ വത്സയിൽ ഞാൻ നൽകുമീ അംഗരാഗവും മാലയാടകൾ പണ്ടങ്ങളും അമലാഭമീ അംഗരാഗം നീ അണിയുകിൽ കമലാകാന്തൻ പോലെ കാന്തിമാനാം നിൻ കാന്തൻ. അരികെ തൊഴുകൈയോടമരും പെൺതയ്യലോടരുമക്കഥയൊന്നു ചോദിച്ചാൾ തപസ്വിനി. കേട്ടു ഞാൻ സ്വയംവര വിധിയാൽ നീ രാമനെ വേട്ടുവെന്നതൊക്കെയും ഒന്നു വിസ്തരിച്ചാലും ഒട്ടുമേ വിടാതെല്ലാം നീ നിനക്കനുഭവപ്പെട്ട മാതിരി എന്നെ വർണ്ണിച്ചു കേൾപ്പിച്ചാലും വ്രീളയാൽ മുഖം ചോന്നു താഴ്കിലും അകളങ്കശീലമാമൃജൂതയാലൊക്കെയും ചൊന്നാൾ തന്വി. പൂട്ടിയ ചാലിൽ തന്നെ കണ്ടെടുത്തിതു ഭാഗ്യം കാട്ടിയ നിധിയെന്നു തൻ താതനൊക്കത്തേറ്റി മകളാക്കിയോരിമ്പം തുടങ്ങി സ്വയം വരപ്പുകളാലിരമ്പുന്ന മിഥിലാപുരിയാം
പുരി തന്നിൽ ചിഹ്നമാം ധനുസേന്തും രാഘവൻ മുറിഞ്ഞുള്ളോരിന്ദ്രജാപത്തെ പൂണ്ട് മുകിലിൻ പടി നിൽക്കേ ആ മനോഹരനെ താൻ പുതുമണ്ണു പോലി മത്തൂർമയാൽ മാഴ്കും കണ്ണാൽ കണ്ടതും കുളിർത്തതും. അനുരാഗിയാകിലും രാഘവൻ പിതാവിൻ്റെ അനുവാദത്തെ കാത്തു നാൾ കഴിച്ചതുമെല്ലാം ഓമലാൾ കഥിക്കേ. ആ കഥയിൽ ജീവിച്ചാളാ പ്രേമവിസ്മയാഹ്ലാദവശയാം അനസൂയ. കിളിയും മാനും ചാഞ്ഞു പിന്നെ അക്കബോധമെയ്യൊളിയാം ഹോമപ്പുക പൊങ്ങവേ. നിഴലുകൾ കൃഷ്ണസാരത്തെ പോലെ കുറുക്കെ സന്ധ്യാകർമ്മ സ്വച്ഛരായുടജത്തിൽ ഫലമൂലാഹാരത്താൽ തൃപ്തരായെല്ലാവരും ഓടലെണ്ണതൻ സൗമ്യ സ്നിഗ്ധമാം പ്രകാശത്തിലിരിക്കെ മുനിപത്നി സീതയെ വിളിച്ചോതി രഹസി കൊതിയുണ്ടിൻ ചേതസി നീ ചാർത്തുക ഞാൻ തന്ന ചമയങ്ങൾ. ആദരാൽ ശുചിസ്മിതയണിഞ്ഞാളവയെല്ലാം ആടയാഭരണങ്ങൾ മാലയും കുറിക്കൂട്ടും. പിന്നെയാ പൊൻകാപ്പണി കൈ പിടിച്ചനസൂയ തന്വിയെ താൻ താൻ സദസിംഗലേക്കെത്തിക്കവേ. ഓമലാൾ താരാകീർണരാവു പോൽ വിളങ്ങവേ രാമചന്ദ്രനും കണ്ടു പുഞ്ചിരി പൊഴിക്കവേ. അന്തരാകൃതാർത്ഥയായി പൊന്മകളുടെ വേളിപ്പന്തലിൽ നിൽക്കും പോലെ പുളകം പൂണ്ടു വൃദ്ധ. 10,000 വർഷം വൻ തപം നോറ്റുള്ളോളെ വ്രതകാശ്യത്താൽ ചുക്കിച്ചുളിഞ്ഞു നരച്ചോളെ. ദേവിയാ മനസൂയേ ബ്രഹ്മലോകത്തിൽ ചിരം നീ വിരുന്നേറ്റാലെന്ത് മഹത്താം നിൻ മാതൃത്വം കൊതികൊള്ളുകയാം മണ്ണിൻ മകൾ തൻ പരിണയ കഥ കേൾക്കുവാൻ. അതിൽ കരളാൽ സംബന്ധിപ്പാൻ അവളെ പട്ടും പൊന്നും ചാർത്തിപ്പാൻ മണാളന്റെ അരികെ നിർത്തി ചന്തം കണ്ടു കണ്ണിറയ്ക്കുവാൻ. മണ്ണു നീ കാലാകാലം ജ്യോതിസിൻ പദം താണ്ടി തന്നുടൽ ചുളിഞ്ഞോളാമീ പുരാതന ഭൂമി. ആർദ്രയായി തൻ മക്കൾ തൻ കല്യാണരംഗത്തിങ്കൽ ധൂർത്തടിക്കുവോളല്ലോ സ്വതപസുകൃതങ്ങൾ. ചെറുമീനിണയ്ക്കായി സാഗരം തീർപ്പൂ മാതാവിരുപൂവിനു വേണ്ടി വസന്തം ചമയ്ക്കുന്നു. പുഴുവേ പൂമ്പാറ്റയായുടുപ്പിക്കുന്നു മാനിൻ വഴിയെ തിരുമണ കസ്തൂരിമണം ചേർപ്പൂ. തൻ പ്രിയ സീതക്കുട്ടി രാമനെ വേൽക്കുന്നതെങ്ങമ്മയങ്ങഭിമാന പുളകം പൂണ്ടേ നിൽപ്പൂ. നവതാരുണിയാൽ താനണിച്ചൊരുക്കിയോരവരെ പോലാർക്കുള്ളൂ വീര്യവും സൗന്ദര്യവും. താടി നീണ്ട വൈരാഗ്യം നന്മ നേരട്ടെ മുടിച്ചൂടിയ ധർമ്മം പൂർണ്ണ ധന്യത പൂകിടട്ടെ. മക്കളെ കരൾ ചേർത്തു നിങ്ങൾ
മോഹത്തിൽ അറിവാൽ നിറച്ചൊരീ ശോകമൂകയാമമ്മ അതിമുഗ്ധയായി നെഞ്ചിലിക്കിളി പൂണ്ടേ വാഴൂ. ചേതസിൽ പണ്ടേ തായ കുടിവെച്ചൊരാ ജാതവേദസിൻ ചുറ്റും നിങ്ങളിങ്ങനെ വലം വയ്ക്കൂ. ഞങ്ങളൊന്നൊന്നീ ഞങ്ങളിന്നു നിങ്ങളുടെ ഹൃദയങ്ങളൊപ്പമേ ചൊല്ലുമദ്വൈത സൂക്തത്തിങ്കൽ ഭാവി തന്നിളം കൊഞ്ചൽ കേൾക്കെ അമ്മാതാവിനു ദേവലോകവും തുച്ഛം നിർഗന്ധം ചിദാനന്ദം. എങ്കിലും ദൗഷ്ട്യത്തിൻ്റെ കെടുവിൽ ഒടിയുന്നീല അങ്ങൊരു പുലർക്കാലേ തമസാനദികൂലേ അഞ്ചിതരാഗം തമ്മിൽ കൊക്കു ചേർത്തൊരു കൊമ്പിൽ തഞ്ചിടും ക്രൗഞ്ചങ്ങളിലൊന്നിനെ വനവേടൻ കൊന്നു വീഴ്ത്തിയ നോവാൽ ആദിമ കവിവാർത്ത കണ്ണുനീരൊരു പെരുങ്കടലായി പരക്കുന്നു. കണ്ണുനീരൊരു പെരുങ്കടലായി പരക്കുന്നു. വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ. വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ.